ഹായ് ഓൾ, എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ മൽമൽ ചന്ദേരി ഫാബ്രിക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വേറെതിരിക്കുന്ന ക്യൂട്ടായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലേക്ക് വന്നിരിക്കുന്ന ഒരു ഫാബ്രിക്കാണ് മൽമൽ ചന്ദേരി. നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്. ചന്ദേരിയുടെ ചെറിയൊരു മിക്സും കൂടെ ഉള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. പ്രീ ബുക്ക് ചെയ്ത എല്ലാവരുടെയും ഐറ്റംസ് ഡിസ്പാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം. പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ്. ഇഷ്ടമുള്ള മെറ്റീരിയൽ കേട്ടോ. പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളാം. ഇനിയാണെങ്കിലും നമ്മൾ റീസ്റ്റോക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എവിടെയെങ്കിലും റെഡി ആയിരിക്കുന്ന ഒരു മെറ്റീരിയൽ നമ്മളിങ്ങ് എടുക്കുന്നതല്ല, നമ്മളിതെല്ലാം മാനുഫാക്ചർ ചെയ്യാൻ കൊടുത്ത് എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 1 month 2 month ഒക്കെ ഡിലേ വരും. അപ്പോൾ അതുകൊണ്ടാണ്. സോ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളാം. ഫസ്റ്റ് തന്നെ ഞാൻ വേർതിരിക്കുന്ന ഫാബ്രിക് കാണാം. റാണി പിങ്ക് ഷെയ്ഡിലേക്ക് കുറേ എൻക്വയറി ഉണ്ടായിരുന്നാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ പ്രാവശ്യം നമ്മൾ 2000 മീറ്ററിനടുത്താണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എംബ്രോയിഡറിയും പ്ലെയിൻ മെറ്റീരിയലും കൂടെ ആയിട്ട് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ബുക്ക് ചെയ്തോളാം. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. ഇത് കണ്ടോ, നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്. ഇതാണ് എൻ്റെ എംബ്രോയിഡറി. മൾട്ടി കളർ എംബ്രോയിഡറി ആണ്. എല്ലാ ഷെയ്ഡ്സിലും എംബ്രോയിഡറിയുടെ കളറ് കോമൺ ആണ് കേട്ടോ. ഒരു പേസ്റ്റൽ പിങ്ക്, യെല്ലോ, പൗഡർ ബ്ലൂ, അതൊക്കെയാണ് അതിൻ്റെ കളേഴ്സ് വന്നിരിക്കുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റാണി പിങ്ക് ആണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ വരുന്നു. 295 ഉള്ളൂ പെർ മീറ്റർ റേറ്റിന്. പെട്ടെന്ന് ബുക്ക് ചെയ്തോളാം. 2.5 meters ആണ് നമുക്കൊരു സ്ലിറ്റ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേണ്ടത്. ഞാൻ ഈ സ്റ്റിച്ച് ഇതേപോലെ ചെയ്യാനായിട്ട് എൻ്റെയൊക്കെ സൈസുള്ള ഒരാളാണെങ്കിൽ 2.75 meters മതി. ഇല്ലെങ്കിൽ 3 meters, 3.25 അങ്ങനെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ആളിനോട് ചോദിക്കുക കേട്ടോ. എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം അത്ര വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ചില കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഇന്ന പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്യാൻ എത്ര വേണമെന്ന്. പക്ഷേ എനിക്ക് അത്ര അറിയില്ല. സോ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ആളിനോടൊന്ന് ചോദിച്ച് വെക്കുക എത്ര മീറ്റർ വേണമെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. ഇനി ഇതിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ഈ ദുപ്പട്ട ആക്കിയിരിക്കുന്നുണ്ടോ, ഇത് ഞാൻ മൽമൽ കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഡൈ ചെയ്തെടുത്ത മെറ്റീരിയലാണ്. സോ ഈ പ്രാവശ്യം ഇപ്പോൾ ഡൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്ലെയിൻ മെറ്റീരിയലും ഈ പ്രാവശ്യം എല്ലാ കളേഴ്സിൻ്റെയും കൊണ്ടുവന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ദുപ്പട്ട ആക്കണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിലോ ഒക്കെ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതും മൽമൽ ചന്ദേരി തന്നെയാണ്. ഇത് കണ്ടോ, മൽമൽ ചന്ദേരി ഫാബ്രിക് തന്നെയാണ്. കറക്റ്റ് ആ ഒരു റാണി പിങ്ക് ഷെയ്ഡിലേക്ക് തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. എംബ്രോയിഡറി ഇല്ലാതെ വന്നിരിക്കുന്നുള്ളൂ. സെയിം മെറ്റീരിയൽ തന്നെയാണ്. നമുക്ക് ഈ ഒരു പ്ലെയിൻ മെറ്റീരിയൽ നമുക്ക് ബോട്ടം യൂസ് ചെയ്യാൻ അത്ര കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഇതിന് കനം കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ്. ലൈനിങ് ഇട്ടാലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി തിക്ക് ഫാബ്രിക്കാണ് നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കാരണം ഇടുമ്പോൾ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വേണമല്ലോ. ഇത് ദുപ്പട്ട എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിടക്കാനും അല്ലെങ്കിൽ നമുക്ക് യോക്ക് കൊടുത്തിട്ട് പ്ലെയിൻ ആയിട്ട് എ ലൈനോ ആലിയ കട്ടോ അല്ലെങ്കിൽ പ്ലീറ്റഡ് ആയിട്ടുള്ള ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റിയ മെറ്റീരിയലാണ്. 190 per meter, 44 inches വിട്ടിൽ വരുന്നതാണ് പ്ലെയിൻ മെറ്റീരിയൽ. സോ ഇതും അവൈലബിൾ ആണ്. എല്ലാ ഷെയ്ഡ്സിൻ്റെയും ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു പ്ലെയിൻ. അടുത്തത് യെല്ലോ ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പേസ്റ്റൽ യെല്ലോ. അതിലേക്കും സെയിം തന്നെയാണ് എംബ്രോയിഡറിയുടെ കളർ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ്. ഭയങ്കര എലഗൻ ലുക്കാണ് കേട്ടോ. ഇതിനൊരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഇതിന് കിട്ടുന്നത്. 295 റേറ്റിന് നിങ്ങൾക്ക് വർത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഇതിൻ്റെ കളേഴ്സാണ് ഏറ്റവും ഭംഗി. കളേഴ്സും അതിൻ്റെ ആ ഒരു എംബ്രോയിഡറിയാണ് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരുന്നു മെറ്റീരിയൽ. 44 inches ആണ് വിട്ട് വരുന്നത്. 295 ആണ് പെർ മീറ്റർ റേറ്റ്. വീഡിയോയിൽ കളറിന് ചെറിയ ചേഞ്ച് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഈ ഒരു മെറ്റീരിയൽ എന്നല്ല, എല്ലാ മെറ്റീരിയൽസിനും നിങ്ങൾ ഏത് ഷോപ്പിൽ നിന്ന് എടുത്താലും ചെറിയ ഡിഫറൻസ് കളറിന് വരും. വളരെ ഒരു 20% ആണ് നമുക്ക് കറക്റ്റ് കളറ് കിട്ടുന്ന മെറ്റീരിയൽസ് ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാത്തിൻ്റെയും ചെറിയ ഡിഫറൻസ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം കേട്ടോ. കാരണം കുറേ പേര് ഞാൻ ഓർഡർ ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും. കാരണം നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതിൻ്റെ പ്രശ്നമാണത്. കാരണം പ്രശ്നം എന്നല്ല, ഓരോ ഫോണിനും ഓരോ അതിൻ്റെ ബ്രൈറ്റ്നസ്സിൻ്റെ ഇതിൻ്റെയൊക്കെ രീതികൾ വേറെയാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ചേഞ്ചസ് ഉണ്ടാവും. എൻ്റെ പേഴ്സണൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫോണും നമ്മുടെ ഷോപ്പിലുള്ള ഫോണിലും കാണുമ്പോൾ രണ്ടും 2 കളറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ചേഞ്ചസ് ഉണ്ടാവും. നമ്മുടെ ഡിസ്പ്ലേയുടെ ചേഞ്ചസ് വരും. അതുകൊണ്ട് ചെറിയ കളർ ചേഞ്ച് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഇതൊക്കെ ഇപ്പോൾ വീഡിയോയിൽ കറക്റ്റ് തന്നെയാണ്. എൻ്റെ ഫോണിൽ നോക്കിയിട്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ ഫോണിൽ കാണുമ്പോൾ ഇതിന് ഏത് കളറാവും എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ടാണ്. പക്ഷേ അടിപൊളി കളേഴ്സാണ്. നമ്മളിത് എപ്പോഴും കൊണ്ടുവരുന്നതാണല്ലോ. നല്ല അടിപൊളി കളറാണ്. സോ 44 inches വിത്ത് 295 per meter. ഇതിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് കേട്ടോ. യെല്ലോയുടെ തന്നെ പ്ലെയിൻ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ വരുന്നു. 190 ആണ് പെർ മീറ്റർ റേറ്റ്. നമുക്ക് ദുപ്പട്ടയാക്കാനും എ ലൈൻ ഫ്രോക്ക് പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ യോക്ക് പോലെയൊക്കെ കൊടുക്കാനൊക്കെ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്ലെയിൻ മെറ്റീരിയൽ 190 per meter, 44 inches വിത്ത്. അടുത്ത ഷെയ്ഡ് പൗഡർ ബ്ലൂ ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൗഡർ ബ്ലൂ ഷെയ്ഡിലേക്ക് സെയിം എംബ്രോയിഡറി തന്നെ ഇങ്ങനെ വരുന്നു. 44 inches ആണ് വിട്ട്. 295 per meter വരുന്നു. സെയിം തന്നെയാണ് എംബ്രോയിഡറിയുടെ കളർ വരുന്നത്. ഇത് നമുക്ക് പ്ലെയിൻ മെറ്റീരിയൽ വന്നിരിക്കുന്നു. മൽമൽ ചന്ദേരിയാണ്, മൽമൽ കോട്ടൺ ഫാബ്രിക് അല്ല. ഇങ്ങനെ വരുന്നു കേട്ടോ.
പ്ലെയിൻ മെറ്റീരിയലും അവൈലബിൾ ആണ്, എംബ്രോയ്ഡറി അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് എത്ര മീറ്റർ പ്ലെയിൻ, അതായത് ഓർഡർ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. പ്ലെയിനും എംബ്രോയ്ഡറിയും എത്ര മീറ്റർ വേണമെന്ന് സെപ്പറേറ്റ് ആയിട്ട് പറയണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. പ്രത്യേകം എടുത്ത് പറയണം. പ്ലെയിൻ മെറ്റീരിയൽ ഇത് വരുന്നു, എംബ്രോയ്ഡറി ഇങ്ങനെ വരുന്നു. ചിലർ വളരെ കൃത്യമായിട്ട് ഇങ്ങനെ നമുക്ക് വാട്സപ്പിൽ ഇങ്ങനെ ടെക്സ്റ്റിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്ക്രീനിൽ ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ പുറത്ത് 2 മീറ്റർ, ഇതിപ്പോൾ 2.5 വേണ്ടെങ്കിൽ 2.5, ഇത് 2.5 അങ്ങനെ എഴുതി ഇട്ടിടുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. സോ നമുക്ക് ചാറ്റ് കാണുമ്പോൾ മനസ്സിലാവുന്ന രീതിയിൽ ടൈപ്പ് ചെയ്തിടുക കേട്ടോ. സോ ഇങ്ങനെ വരുന്നു. 295 എംബ്രോയ്ഡറിയുടെ മീറ്റർ പ്രൈസ്, 190 പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് ഇങ്ങനെ വരുന്നു. അടുത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഷെയ്ഡ് നേവി ബ്ലൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് നേവി ബ്ലൂ, ഭയങ്കര ഡീപ്പല്ല, പക്ഷേ കറക്റ്റ് നേവി ബ്ലൂ കളറാണ്. ഇങ്ങനെ വരുന്നു. അതിലേക്ക് ആ ഫ്ലോറൽ എംബ്രോയ്ഡറി വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാണ് മെറ്റീരിയൽ വരുന്നത്. മൽമൽ ചന്തേരിയാണ്. മൽമൽ കോട്ടണിലേക്ക് ചന്തേരിയുടെ മിക്സും കൂടെ വരുന്ന ഒരു മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പ്രീമിയം ലുക്കിലുള്ള പ്രീമിയം ഫാബ്രിക്കാണ് കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് മൈൽഡ് വാഷൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ വരുന്നു. മിൽഡൈഡ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് മൈൽഡ് വാഷൊക്കെ ചെയ്യാം. 295 പെർ മീറ്റർ. ഇതിൻ്റെ നമുക്ക് പ്ലെയിൻ മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഇങ്ങനെ വരുന്നു പ്ലെയിൻ മെറ്റീരിയൽ. ഇതിൻ്റെ എല്ലാ ഷെയ്ഡ്സും എടുത്തേക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക്. ഇതാണ് ഇതിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. 190 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിത്ത്. എംബ്രോയ്ഡറി ഫാബ്രിക് 295 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിത്ത്. ഇങ്ങനെ വരുന്നു മെറ്റീരിയൽ. അടുത്ത നമ്മൾ ആഡ് ചെയ്തേക്കുന്ന ഷെയ്ഡ്, ഇത് ആഡ് ചെയ്ത ഷെയ്ഡല്ല, നമ്മൾ നേരത്തെയും ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറുപയർ പച്ച കളർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്, നല്ല രസമുണ്ട്. അതിൻ്റെയും പ്ലെയിൻ അവൈലബിൾ ആണ്. ഇങ്ങനെ വരുന്നു. ഇതൊക്കെ ഒരു റെയർ ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ ഇങ്ങനത്തെ എംബ്രോയ്ഡറിയിലൊക്കെ കിട്ടാൻ നല്ല പാടാണ്. ഇങ്ങനെ വരുന്നു മെറ്റീരിയൽ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ്. സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളാം. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം.